ഫുൾ കമ്മിറ്റി വരാം. ഞാനിപ്പോ അയാളോട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുൻ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും വിളിച്ച് ഇതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവർ തരണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബില്ല് കിട്ടാനുണ്ടെങ്കിൽ ആ ബില്ലുകൾ മേടിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ കിട്ടാനുണ്ടെങ്കിൽ ആ പേപ്പറുകൾ മേടിക്കണം. ഇതൊക്കെ മേടിക്കാതെ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നില്ലെങ്കിൽ അത് തന്നില്ല എന്ന് പറയണം. നമുക്ക് ഇത്ര രൂപയുണ്ട്, ഇന്ന സാധനം നമ്മുടെ ഇല്ല എന്നേ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഓക്സിജൻ കാര്യം 8-10 മൊബൈൽ ഒരു ലാപ്ടോപ്പും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു അഡ്വോക്ക് കമ്മിറ്റിയുടെ ഒരാള്. ഞാൻ പറഞ്ഞു ഇത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അല്ല, അതൊക്കെ പോലീസിന്റെ പണിയാണ്. വേണമെങ്കിൽ ഉണ്ണി ശിവകുമാർ പോക്കറ്റ് മൊബൈൽ ഇട്ട് ലണ്ടനിലാണ് ഫോർ എക്സാമ്പിൾ. ഇവൻ ഈ മൊബൈൽ എങ്ങനെ തനിക്ക് തരും? നിങ്ങൾ എങ്ങനെ ഇത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 8 മൊബൈൽ അമ്മയ്ക്കിടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൽ ഇന്ന ആളുകൾ ഇത് തിരിച്ചു തന്നു, ഇന്ന ആളുകൾ തന്നിട്ടില്ല എന്ന് ജനറൽ ബോഡിയോട് പറയുന്നതല്ലാതെ ഈ തരാത്തവന്റെ വീട്ടിൽ പോയി ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് വരാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതേ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ CA-കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞ കണക്ക് ഇവിടെ കൊടുക്കാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കി നിങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയിലുള്ള അംഗങ്ങളോട് എന്തെങ്കിലും ബില്ലോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ അത് മേടിച്ച് ആ കണക്ക് കറക്റ്റാക്കി തരിക. അല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഉണ്ണി ശിവപാല് മറ്റേ ഈ ലാപ്ടോപ്പും ഫോണും തന്നു എന്ന് പറഞ്ഞു. ലാപ്ടോപ്പും ഫോൺ എന്തോ അമ്മ ഫോൺ കൊടുത്തു തിരിച്ചു, അമ്മ ഫോണും ലാപ്ടോപ്പും തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റേ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് അവിടെ പാസ്വേഡ് പോലും കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ ഓഫീസിൽ കുക്കുപ്പന വെച്ചിട്ട് മുറിയുടെ താക്കോല് പോലും കിട്ടിയില്ല. ഈ ബാങ്കിന്റെ ഇതൊന്നും മാറാനോ സീലടിക്കാൻ വേണ്ടിട്ട് ആ സീല് കിട്ടിയിട്ടില്ല. അല്ല നമ്മൾ കൈനീട്ടം എല്ലാം അയച്ചു കഴിഞ്ഞു പിഷു, കൈനീട്ടം അയച്ചു കഴിഞ്ഞു. ഞാൻ അത് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇവര് ഈ ഫോൺ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഈ ഒരാളെന്ന് പറഞ്ഞാൽ ഇതേ അല്ല ഈ ഒരാളെന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണയും സാദിഖല്ലേ? അല്ല നിങ്ങൾക്ക് സീല് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വൈഫൈയുടെ പാസ്വേഡ് മേടിക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഈ കണ്ണൂരോ കോഴിക്കോടോ ദുബായിലോ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാൻ പോകുന്നതെന്ന് തന്നെ ഞാൻ ചോദിച്ചു. ദൈവത്തിനാണ് സത്യം. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗണേശ് ചേട്ടനുമായിട്ട് വഴക്കായി. പക്ഷെ അതിന്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ 4 തവണ MLA, 1 തവണ മിനിസ്റ്ററുമാണ്, നിങ്ങൾ ഇപ്പൊ ആയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ചൂടായി. ഞാൻ പറഞ്ഞു നിങ്ങൾ ചേട്ടൻ തോന്നുന്നുണ്ടോ ഫോൺ ഉണ്ണി, ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഉണ്ണി ശിവപാൽ ഫോൺ വിട്ട് ലണ്ടനിൽ നിൽക്കുകൊണ്ട് നിങ്ങൾ എങ്ങനെ എടുക്കൂന്ന്. അപ്പോ നമുക്ക് ഈ CA-കാരന്റെ അടുത്ത് നിങ്ങൾ വേണ്ട ഇൻപുട്സ് കൊടുത്തിട്ട് നിങ്ങളുടെ ഭരണകാലത്ത് ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല, ഇതേ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വരാൻ നോക്കി നാരിപ്പോ. അതായത് ഇത് നിങ്ങൾ പോയതല്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോ ചെയ്തില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളും പറഞ്ഞിട്ട് ഇത് ആവശ്യമില്ലാത്ത സാധനമാവും. നിങ്ങളൊന്നും 10 പൈസ കട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇല്ലാത്തത് കൊണ്ട് അത് നിസ്സാരമല്ലേ, ആ കണക്ക് ശരിയാവുമല്ലോ. അത് ഞാൻ പറഞ്ഞാൽ പോലെ നാട്ടുകാരോട്. ഇനി അന്ന് പറയുന്ന ദിവസം നിങ്ങൾക്ക് കൂടെ വരണമെങ്കിൽ നിങ്ങളും വരൂ, അതിനെന്താ കുഴപ്പം? നമ്മൾ എന്തെങ്കിലും പത്രസമ്മേളനം, ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാത്ത എന്താണ്? നിങ്ങൾ ഇതേ പറഞ്ഞ കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. ആരും തമ്മിൽ ഒരു ശത്രുതയും നമുക്കില്ല. നമുക്ക് നന്നായിട്ട് പോകണമെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാജിവെച്ച് പേപ്പർ കൊടുത്തില്ലെങ്കിലും പൊതുമാധ്യമങ്ങളോട് ഉൾപ്പെടെ രാജിവെച്ച് പോയ ഒരാള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന വിഷയത്തിന്മേൽ രാജിവെച്ചു എന്ന് പറയുമ്പോ ആ കണക്ക് ഞങ്ങൾക്ക് തന്നെ നോക്കണം, ഞങ്ങൾ തന്നെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നാട്ടുകാർ സമ്മതിക്കുള്ളൂ. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദിലീപിനെ കോടതി വെറുതെ വിട്ടു, എന്നിട്ട് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? നാട്ടുകാർ, അതാണ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വന്ന് നിങ്ങളിത് ശരിയാക്കി കഴിഞ്ഞാൽ അത് അവര് തന്നെ എല്ലാം കള്ളക്കണക്ക് ഉണ്ടാക്കി ശരിയാക്കി എന്നുള്ള പേര് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ശരിക്കും സ്ട്രാറ്റജിക്കലി നിങ്ങൾ അകത്ത് വന്ന് കണക്ക് ശരിയാക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിയല്ല എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്.
നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണക്ക് ശരിയാക്കുക. അവർക്കാണോ പാട്? അവര് വന്ന് അവരുടെ CA-കാരന് കള്ളവില്ലുണ്ടാക്കിയെടുത്ത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു 4 പേര് നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ അതിനേക്കാളും പവർഫുൾ എന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വന്ന് ചെയ്താൽ നമ്മുടെ കമ്മിറ്റിക്കാർ പോലും സമ്മതിക്കില്ല. ഇവരത് ചെയ്തു, ഇവര് തന്നെ കള്ളക്കണക്കുണ്ടാക്കി ഈ കണക്കൊക്കെ തട്ടിച്ചു എന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുകൂടെ? ഇതിനകത്തൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ? 2 million times 2 million times സാർ, പിന്നെ നമുക്ക് എന്താ, നമ്മളവിടെ ഇരിക്കുള്ളൂ. നമുക്കത് ബിക്കോസ് ഈ സൈൻ ചെയ്ത ഞാൻ പറയട്ടെ, ഈ ജനറൽ ബോഡിയിൽ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, അത് മിനിറ്റ്സിൽ. പക്ഷേ ഞാൻ മിനിറ്റ്സിലൊന്നും സൈൻ ചെയ്തിട്ടില്ല പിഷു. ഞാൻ മിനിറ്റ്സ് വായിച്ച് കേട്ടാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യുള്ളൂ. എനിക്ക് കുക്കുവിന്റെ മിനിറ്റ്സിന് വിശ്വാസമില്ല. ഓക്കെ, ഞാൻ അല്ല പിഷു, ബിക്കോസ് ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യം ഫസ്റ്റ് മീറ്റിംഗിൽ അൻസിബ പറഞ്ഞ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം കമ്മിറ്റി എല്ലാവരും വരാൻ റെഡിയാണ്. ഫുൾ കമ്മിറ്റി ഇൻക്ലൂഡിങ് ജയേട്ടൻ എല്ലാവരും. ബിക്കോസ് നമ്മളെ ക്രൂശിച്ച ഒരു രീതി ഈ 9-10 ആൾക്കാരുണ്ടല്ലോ, അത് വേറെ. ബിക്കോസ് ഞാൻ എന്തായാലും ഈ ഇപ്പൊ പിഷു പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറയും. ഓക്കെ, ബിക്കോസ് എനിക്ക് ഇത് അല്ല, ഇപ്പൊ ഈ കണക്കിന്റെ കാര്യം തന്നെ നിങ്ങൾ എന്താ അല്ലല്ല ബാക്കിയൊന്നും പറയില്ല ഞാൻ. എനിക്ക് അത്ര അത് പറയും. ഇതാണ് പിഷു പറഞ്ഞത്. നാളെ എന്തായാലും നമ്മൾ എന്താണെന്ന് പ്ലാൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ തന്നെ വന്ന് കണക്ക് ശരിയാക്കി എല്ലാം പറഞ്ഞു വരുമ്പോ നാട്ടുകാർ ഒറ്റ വരി ഇത് മുഴുവൻ കള്ളക്കണക്കാന്ന് പറയും. പുറത്തുനിന്ന് ഒരു ഏജൻസി അല്ല. പക്ഷേ പിഷു ഞാൻ ഇപ്പോഴും അമ്മ അസോസിയേഷനിൽ ഒരു മെയിൽ അയക്കാൻ പോവാണ്. ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും പിഷു എന്താ പറയുക കള്ളത്രം മനസ്സിലാവില്ല. ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പിഷു ഏതെങ്കിലും, എനിക്കറിയാം ഇപ്പം നല്ല ബിസിയാണ്, ഞാനൊരു 5 ക്ലയൻസിനെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ ക്യാഷ് കൊടുത്ത കാര്യം ക്യാഷ് നടത്തി നീ ക്ലയന്റ് പബ്ലിക്കായിട്ട് പറയൂല ശ്വേത. പബ്ലിക്ലി അല്ല, ഞാൻ പിഷുവിനോട് പറയാണ്. അത് കറക്റ്റ് ആണ്. അത് എനിക്കറിയാലോ. ഇത് ഞാൻ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? 2 ലക്ഷത്തിന് മേളിൽ ഒരാൾ ക്യാഷ് കൊടുത്തു ഒരിക്കലും ഒരു മറ്റൊരാളോ സമ്മതിക്കില്ല. പക്ഷെ 2 ലക്ഷത്തിന് കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് 1 ലക്ഷം അവനത് പറയില്ല. അല്ല, അത് അറിയാം. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സഹോദരൻ അമ്മയിൽ വെച്ച് ഒരെണ്ണം എന്റെ വീട്ടിൽ വെച്ചു. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നടത്തിയിട്ടുണ്ട്. നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ വിഷയം. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് കണക്കന്വേഷിച്ചാൽ ഇതിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇപ്പൊ ഡോക്ടർ റോണി വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനി GST തന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എക്സ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾക്ക് പ്രിസ്ക്രിപ്ഷനിലുള്ള ആളുടെ പേരിൽ മാത്രമേ ബില്ലടിക്കാവൂ. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള മരുന്നുകൾക്ക് ബില്ല് അമ്മയുടെ പേരിൽ അടിക്കാൻ പാടില്ല. 1. 2, ചാരിറ്റി ചെയ്തതിന് GST ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇപ്പം റോണി എന്ന് പറയുന്ന ആള് പറഞ്ഞ വാദം ഇവിടെ പ്രശ്നമാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. വിഷ്ണുവിന്റെ കമ്പനി GST തന്നില്ലെന്ന് റോണി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ദിവസം എന്നോടും പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അവര് പറഞ്ഞു, സാർ നമ്മൾ GST കൊടുക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ മരുന്നുകൾ സാധനങ്ങൾ ഇതിന് പ്രിസ്ക്രിപ്ഷനിലുള്ള അയാളുടെ പേരിൽ ഞങ്ങൾ ബില്ല് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് GST കൊടുക്കാൻ പറ്റുള്ളൂ. ചാരിറ്റബിൾ സംഘടന GST എടുക്കാൻ പാടില്ല. ഇപ്പൊ റോണി പറഞ്ഞ ഒരു സാധനം മാറിയില്ലേ?